പഴയ നിയമത്തിലെ അവസാനത്തെ 3 പ്രവചന പുസ്തകങ്ങളാണ് ഹഗായി, സെക്കറായ, മലാക്കി. Haggai, Zechariah, and Malachi. They are the 3 last prophetical books of the Old Testament. പഴയ നിയമത്തിൽ ആകെ 16 പ്രവചന പുസ്തകങ്ങളിലുള്ളതിൽ അവസാനത്തെ 3 പുസ്തകങ്ങളാണ് അവയോരോന്നും. There are 16 prophetical books in the Old Testament, and these are the last 3 of them. ദൈവം ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. The Lord chose Israel for a big commission. പാലും തേനും ഒഴുകുന്ന മനോഹരമായിരിക്കുന്ന കനാനിൽ സമ്പൽ സമൃദ്ധിയോടും ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ കഴിയുകയുണ്ടായി. You know, they've been living in the land of Canaan, the land flowing with milk and honey, very prosperously, very well and very well off. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അവർക്ക് പുരോഹിതന്മാരെ നൽകി, പ്രവാചകന്മാരെ നൽകി, രാജാക്കന്മാരെ നൽകി. According to their priests, the Lord gave them kings, priests and prophets. ഏകദേശം 39 പരം രാജാക്കന്മാർ അവരുടെ കൊച്ചു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ ഭരിക്കുകയുണ്ടായി. The small kingdom of Israel was ruled over by nearly 39 kings over the time. ആ കൊച്ചു രാജ്യം അങ്ങനെ ഭരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. You know, while those kings were ruling, there are other kingdoms in other parts of the world. ബാബിലോണിയ സാമ്രാജ്യം പോലെയും ചൈനയിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഈജിപ്തിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഈ കൊച്ചു സാമ്രാജ്യവും ആ സന്ദർഭത്തിൽ ഭരണം നടത്തി ഇങ്ങനെ മുന്നേറി. There were kingdoms in India, China, all over the world, and all along with that, even the small land called Israel, they had their own kingdom. ലോക ചരിത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭരണകാലഘട്ടങ്ങളിലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭരണങ്ങൾ നിർവഹിക്കുന്നുണ്ടായിരുന്നു. You know, if you look at the history of the church, you know, while Israel had their own kingdom, there are many other kingdoms all around the world. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് ഈ ചെറിയ സമൂഹത്തെ ദൈവം തെരഞ്ഞെടുക്കുകയും ദൈവ പദ്ധതിക്കായിട്ട് കർത്താവ് കാണുകയും ചെയ്തു. In the midst of all these kingdoms, the Lord chose to choose this small kingdom, this small land for his purpose. ലോകത്തിൽ പല പ്രിയപ്പെട്ടവരെയും ദൈവം സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട് എങ്കിലും അതിന്റെ മധ്യത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് ചില പദ്ധതിക്ക് വേണ്ടി. There are so many people the Lord has created and placed all around the world, but God chose you and me for his purpose. കാരണം ദൈവത്തിന് എന്നെയും നിങ്ങളെ കുറിച്ച് പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ട്. Because the Lord had a special purpose for you and me. എന്നാൽ കാലങ്ങളും ജീവിത സാഹചര്യങ്ങളും മുഖാന്തരം ഈ പ്രിയപ്പെട്ടവർ പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും മാറി. But as time went by and as season passed by, many of these people they fell off from the plans of God. സ്നേഹവാനായിരിക്കുന്ന ദൈവം അപ്പോഴൊക്കെ ഇവരെ ഉണർത്തുകയും മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുകയും ചെയ്തു. The loving God many a times he would try and wake them up and bring them back. അതുകൊണ്ടാണ് ഈ 16 പ്രവാചകന്മാരെ വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചത്. That is the reason why God rose up these 16 prophets to remind these people, to awaken these people, to encourage these people. എന്നാൽ ആ സന്ദർഭങ്ങളിൽ അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയതുകൊണ്ട് ഇവർ പിടിക്കപ്പെട്ടവരായി അസീറിയയിലേക്കും ബാബിലോണിലേക്കും പോയി. So since they were gone away from the Lord, many people took them as captives into different parts of the world. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പല സാമ്രാജ്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടായിരുന്നു. That's why I said there were many kingdoms all around this place. 70 വർഷങ്ങളോളം ബാബിലോണിൽ ഇവരിൽ ചില ട്രൈബൽസ് അടിമകളായിട്ട് കഴിയേണ്ടതായിരുന്നു. For nearly 70 years many of these people they were as captives in Babylon. എന്നാൽ അതിന്റെ മധ്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഈ അടിമത്വത്തിലും ഉണ്ടായിരുന്നു. Even in this captivity there was a small remnant which was always there in prayer. വേദനയിലും തകർച്ചയിലും കഷ്ടതയിലും പ്രാർത്ഥിക്കുവാൻ ഒരു ചെറിയ കൂട്ടം യെഹെസ്കേലിനെ പോലെ ദാനിയേലിനെ പോലെ ബാബിലോണിൽ ഉണ്ടായിരുന്നു. Like Ezekiel, like Daniel, there were small groups who was ready to pray unto the Lord even in this time of problem and discouragement. അവരുടെ പ്രാർത്ഥന മുഖാന്തരം ചില മാറ്റങ്ങൾ സാമ്രാജ്യങ്ങളിൽ സംഭവിക്കുകയാണ്. Because of their prayer there were changes in the other kingdoms. ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചാൽ സാമ്രാജ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. If you pray, kingdoms will move. അത് അന്നത്തെ അവരുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് അന്ന് ഒരു ആട്ടിടയനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സൈറസ് അഥവാ നമ്മൾ വിളിക്കപ്പെടുന്ന കോരേഷ്. Because of their prayers, there was a child who was born just as a shepherd. His name was Koresh. അന്നത്തെ പ്രബലമായിരിക്കുന്ന ഗോൾഡൻ എംപയർ ആണ് ബാബിലോൺ എന്നറിയപ്പെടുന്നത്. The golden empire at that time is the Babylonian empire. കാരണം അവരുടെ മതിലുകൾ തന്നെ അത്ര ശക്തമായിരുന്നു, രഥങ്ങൾക്ക് പോലും ഓടുവാൻ കഴിയുന്ന മതിലുകൾ. Their walls were so wide that horses and chariots could run on those walls. അവരെ ആർക്കും തകർക്കുവാനായിട്ടോ അവരെ ആർക്കും നശിപ്പിക്കാനായിട്ടോ സാധിക്കാത്ത അത്ര ശക്തരാണ്, അത്ര പ്രശസ്തരാണ്. Nobody could touch them, nobody could destroy them because they were that powerful. എന്നാൽ പ്രാർത്ഥന എവിടേക്കോ ഉയർന്നത് മുഖാന്തരം ഒരു
ആട്ടിടയ ബാലന്റെ മനസ്സിനെ ഒരു വില്ലനാക്കി ഉയർത്തിക്കൊണ്ട് ദൈവം വരികയും അവന്റെ മനസ്സിനെ ദൈവം Because ഉണർത്തുകയും. many people started praying here and there earlier, God rose up the shepherd boy to be something in that kingdom. അതുകൊണ്ടാണ് എസ്രാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ഇങ്ങനെ ആരംഭിക്കുന്നത്. You know, the book of Ezra, chapter 1, starts like this. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തി ആകേണ്ടതിന് പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തി. Now in the first year of this year of Cyrus king of Persia, that the word of the Lord by the mouth of Jeremiah might be fulfilled, the Lord stirred up the spirit of Cyrus king of Persia, that he made proclamation throughout all his kingdom and put it also in writing, saying. ശ്രദ്ധിക്കുക, ഒരു പേർഷ്യൻ രാജാവിന്റെ മനസ്സിനെ, ദൈവവിശ്വാസമില്ലാത്ത യഹോവയെ ആരാധിക്കാത്ത ഒരു മനുഷ്യന്റെ മനസ്സിനെ ദൈവം ഉണർത്തി എന്നാണ് ഇവിടെ Yet രേഖപ്പെടുത്തിയിരിക്കുന്നത്. it's written that, you know, God rose the mind of a Persian king. You know, remember, he's not a believer. He doesn't believe in this God. He's not a spiritual person. അങ്ങനെ ഉണർത്തിയ കോരേഷ് ബാബിലോണിനെ യുദ്ധം കൂടാതെ കീഴടക്കിയ ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. Yeah, you know, this Cyrus already, without war, he captured this, and this is the history. എല്ലാ യുദ്ധം നടത്തിയാണ് പല രാജ്യങ്ങളും പിടിച്ചെടുക്കാറുള്ളത്. പക്ഷേ Most of the kingdoms were captured by war. ഇവിടെ ഒരു രാത്രി കൊണ്ട് ഒരു സാമ്രാജ്യത്തെ സൈറസ് തകർക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ Yeah, സാധിക്കുന്നത്. in one night, Cyrus Aliyah takes over this kingdom. ഇന്ന് പകൽക്കാലം ഞാനൊരു പ്രത്യേക സന്ദേശം നിങ്ങളോട് പറയട്ടെ. I want to give you a special message this morning. എത്ര പ്രബലനാണെങ്കിലും എത്ര അധികാരമുള്ളവനാണെങ്കിലും ദൈവം കണ്ടാൽ അത് താഴ്ത്തിടാൻ ദൈവത്തിന് No കഴിയും. matter how powerful you are, no matter how great you are, but if the Lord's eyes fall on you, you will be put down. ബാബിലോൺ വലിയ സുശക്തമായിരുന്നു, സൈന്യബലമുണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു, തകരത്തില്ലെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷെ യുദ്ധം കൂടാതെ ഒരു രാത്രി കൊണ്ട് അതിന്റെ അകത്തളങ്ങളിൽ സൈറസ് എന്ന പേർഷ്യൻ രാജാവ് പ്രവേശിക്കുകയുണ്ടായി. You know, Babylon thought that they were great, they were mighty, they were powerful. Nobody could touch them, nobody could destroy them, Aliyah. But in one night, Aliyah, Cyrus Aliyah entered this kingdom. അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ സൈറസ് ചെറിയതാണ്, ബാബിലോൺ വലിയതാണ്. You know, the Persian kingdom, Cyrus is small, Babylon is great. അതുകൊണ്ട് ഒന്നും ഒരു കാലഘട്ടത്തിലും വലിയതുമല്ല, ഒന്നും ഒരു കാലഘട്ടത്തിലും In no ചെറുതുമല്ല. times, nothing is too great, nothing is too small. ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയും വലിയവനുമല്ല, ഒരു വ്യക്തിയും ചെറിയവനുമല്ല. Nobody is a big person, nobody is a small person. ഒരു വ്യക്തി ശക്തനാണ്, കഴിവുള്ളവനാണ് എന്ന് കരുതുന്നവൻ ഏത് സമയത്തും തകർന്നു പോകാൻ You know, സാഹചര്യങ്ങളുണ്ട്. is somebody who thinks he is great, anytime he can fall. ഏത് വ്യക്തിയും ബലഹീനനാണ്, ഉയരത്തില്ല എന്ന് കഴിയുന്നിടത്തും ഉയർത്തിക്കൊണ്ടുവരുവാൻ പദ്ധതികളുണ്ട്. Hallelujah. If somebody thinks he's too weak, hallelujah, even he can become great. നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ വന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്. 127 രാജ്യങ്ങളാണ്. Hallelujah. After that came the Persian kingdom of 127 kings. സൈറസ് ആണ് അവരുടെ ഒന്നാമത്തെ രാജാവ്. Cyrus is the first king. സിന്ധു നദീതടം ഉള്ള ഇന്ത്യ മുതൽ അതുപോലെ തന്നെ റഷ്യ, അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഇങ്ങനെയുള്ള 127 രാജ്യങ്ങൾ ഭരിച്ച രാജാവാണ് സൈറസ്. You know, Cyrus is a king who ruled over 127 kings, including India, Russia, and many other countries. ഇപ്പൊ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് ഈ സൈറസ് തീർന്നു. Earlier, Cyrus became the king of so many such empires. അദ്ദേഹത്തിന് ശേഷം വന്ന രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. ദാരിയാവേശ്, ഇത് ലോക ചരിത്രത്തിലുള്ളതാണ്. Earlier, after that, many kings came like Darius and all. Their names are written here. ഇപ്പൊ ആരാണ് പ്രശസ്തരും പ്രബലരുമായിരിക്കും നിൽക്കുന്നത്? പേർഷ്യൻ സാമ്രാജ്യമാണ്. Who is powerful and who is standing strong now? The Persian kingdom. ഇന്ന് കാണുന്ന ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യം. Earlier, what we say Iran today, it is that kingdom. അവരെ തകർക്കുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. 127 സാമ്രാജ്യങ്ങളാണ് അവർ Nobody can അധീനതയിലായിരിക്കുന്നത്. destroy them because they are made up of 127 kingdoms. അന്നത്തെ അവരുടെ കാലഘട്ടത്തിലെ സൈന്യബലം, തപാൽ മാർഗങ്ങളൊക്കെ വളരെ ശക്തമാണ്. Their kingdom, their army are very powerful. അന്നത്തെ ഒരു കൊച്ചു രാജ്യമാണ് അങ്ങ് പടിഞ്ഞാറുള്ള ഗ്രീസ് എന്ന് പറയപ്പെടുന്ന മാസിഡോണിയ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു സാമ്രാജ്യം. Oh, in that time there was a small kingdom called Macedonia, Greece. എന്നാൽ അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് വീണ്ടും വളർന്നു വരികയാണ് ഗ്രീസിൽ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ. There in Greece, there's a small group growing up under the leadership of Alexander. ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 127 സാമ്രാജ്യത്തെ ചെറിയ ഒരു രാജ്യമായിരിക്കുന്ന ഗ്രീസ് തകർക്കുകയാണ്. Aliyah, if you look at the history, Aliyah, this big kingdom, this big empire of 127 kingdoms was destroyed by this small kingdom
called Greece. പ്രബലരും ശക്തരും എന്ന് പറയാൻ കഴിയുന്ന അത്രമാത്രം സൈന്യബലമുള്ള 10,000-കണക്കിന് പടയാളികൾ, 1000-കണക്കിന് കുതിരകൾ, അതുപോലെ തന്നെ അനേക ആനകൾ ഒക്കെയുള്ള ശക്തരായിരിക്കുന്ന 127 രാജ്യങ്ങളെ ഭരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഒരു കൊച്ചു രാജ്യം ഗ്രീസ്, മാസിഡോണിയയിലെ അലക്സാണ്ടർ തകർക്കുകയാണ്. Hallelujah. This kingdom of 127 kingdoms, hallelujah, they are strong, they are mighty, they have got a big army, they've got, horses and chariots, hallelujah. But in spite of all this small kingdom called Greece defeated them. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തരെന്ന് കരുതുന്ന ആളുകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. That's why I reminded you. You might think you are great, but you can fall anytime. സമ്പത്തും ധനവും മികവും ഉള്ളതുകൊണ്ട് നിലനിൽക്കും എന്നൊരിക്കലും മനസ്സിലാക്കരുത്. Don't think that just because you got the power, you got the money, you got the wealth, nobody can touch you. ചെറിയതെന്ന് കരുതിയ ഗ്രീസിലെ ആ ചെറുപ്പക്കാരൻ ഈ വലിയ സാമ്രാജ്യത്തെ തകർക്കാണ്. ചെറുതും ഒരിക്കലും നിസ്സാരമല്ല. Hallelujah. Even if you think you are small, hallelujah, think about this small kingdom Greece, conquered this great nation. ഗ്രീസിലെ മഹാനായ അലക്സാണ്ടർ അന്നത്തെ അരിസ്റ്റോട്ടലിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. This Alexander was a student of Aristotle. അദ്ദേഹം മഹാകവിയായിരിക്കുന്ന ഹോമറിന്റെ ഒക്കെ കഥകൾ വായിച്ചിട്ടുള്ള ഒരു വലിയ മഹാനായിരുന്നു മഹാനായ അലക്സാണ്ടർ. This was Alexander the Great. ഇന്ത്യ വരെ പിടിച്ചെടുക്കാൻ വേണ്ടി, ലോകത്തെ മുഴുവൻ ഭരിക്കാൻ വേണ്ടി ശ്രമിച്ച മഹാനായ മനുഷ്യൻ 33.5 വയസ്സിൽ അദ്ദേഹം ഒരു പനിയിൽ മരിക്കുകയാണ്. Hallelujah. This great man, hallelujah, who tried to conquer the whole world, he reached all the way to India. But sadly, at the age of 33, he died just because of a small fever. അപ്പോൾ ലോകം മുഴുവനും പിടിച്ചടക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ ഒരു പനിയുടെ പേരിൽ ഈ ലോകത്തിൽ നിന്നും This മാറ്റപ്പെടുകയാണ്. man who tried to conquer the world, he died just because of a small fever. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിവുണ്ടെന്നും ശക്തനാണെന്നും കരുതുന്ന ആരും ഏത് സമയത്തും തകരാം. That's why I reminded you. You might think you are great, you might think you are big, but you can fall any moment. കഴിവില്ല എന്ന് പറയപ്പെടുന്ന ആരും ഏത് സമയത്തും ഉയർന്നും വരാം. Or those people who think they are weak, they are nothing, they can be raised up anytime. കാരണം ചരിത്രത്തെയും മനുഷ്യനെയും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. History and man is governed by the Lord God Almighty. അതുകൊണ്ടാണ് ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. That's why the Bible says, hallelujah, those who are knowledgeable, don't boast in your knowledge. Those who are rich, don't boast in your wealth. നിന്റെ കഴിവുകളിൽ നീ ഒരിക്കലും പ്രശംസിക്കരുത്, നിന്റെ വിദ്യാഭ്യാസത്തിൽ നീ ഒരിക്കലും Don't be പ്രശംസിക്കരുത്. proud of your abilities, don't be proud of your wealth. നിന്റെ പ്രൊഫഷണൽ നീ ഒരിക്കലും പ്രശംസിക്കരുത്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന പലതിലും നീ പ്രശംസിക്കാതെ ദൈവത്തിൽ പ്രശംസിക്കണം. Hallelujah, don't boast in your possessions, hallelujah, but boast in what God has given you. അതുകൊണ്ടാണ് മുഹമ്മദ് അലി ഒരിക്കൽ പറഞ്ഞു, one day I was the strongest person in this world, but now I am shaking with the Parkinson's. Oh, that's why Muhammad Ali once said, hallelujah, I was the greatest boxer in the world one time, but today I am shaking with Parkinson's. ഒരിക്കൽ ബോക്സിംഗ് റിംഗിൽ നിന്നുകൊണ്ട് അനേക പ്രിയപ്പെട്ടവരെ തകർത്ത് അദ്ദേഹം പറയാണ്, ഇപ്പോൾ എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. He was a great boxer, he knocked out anybody in the boxing ring, but ശക്തൻ today he is എപ്പോഴും shivering. ബലഹീനനാകാം, ബലഹീനൻ എപ്പോഴും ശക്തനാകാം. Hallelujah, any strong can be weak, any weak can be strong. നമുക്കറിയാം റോമൻ സാമ്രാജ്യം വന്നു. After that came the Roman Empire. റോമൻ സാമ്രാജ്യം ലോകത്തിലെ പലയിടങ്ങളും പിടിച്ചെടുത്തു. Hallelujah, the Roman Empire tried to conquer all of the world. അതിനുശേഷം ബൈസന്റൈൻ സാമ്രാജ്യം വന്നു. Then came the Byzantine kingdom. പിന്നീട് ഒട്ടോമിയൻ സാമ്രാജ്യം Then വന്നു. came the Ottoman kingdom. ഇതെല്ലാം ഇന്ന് മ്യൂസിയങ്ങളിൽ ഒതുങ്ങുകയാണ്. Today, all these kingdoms, they are just kept in museums for people to go and see. ഇന്ന് പകൽക്കാലം പറയട്ടെ, അതുകൊണ്ട് നീ നിസാരമാണെന്ന് കരുതണ്ട. നീ ബലഹീനനാണെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചാൽ നിന്നെ ശക്തീകരിക്കാൻ This ദൈവത്തിന് morning, കഴിയും. don't think you are weak, hallelujah. Even though if you are weak, hallelujah, trust in the Lord and He will raise you up. ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ തന്നിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ഉപകാരമാണെന്നും നേടിയതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്നും മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ ഓരോ ആരാധനകളിലും അധരങ്ങൾ ചലിക്കപ്പെടണം. Hallelujah, hallelujah. Those people who come here this morning, hallelujah, whatever you have is given by God. Whatever I am today is because of God, hallelujah. And whatever I own this morning is because of God. When you come with this, hallelujah, attitude, the Lord will raise you up. നിനക്ക് തന്ന സമ്പത്തും നിനക്ക് തന്ന ആരോഗ്യവും നിനക്ക് തന്ന വിദ്യാഭ്യാസവും നിനക്ക് തന്ന തലമുറകളും നിനക്ക് തന്ന
തന്ന ബിസിനസ്സും നിനക്ക് തന്ന ജോലി സാധ്യതകളും എല്ലാം ദൈവകൃപയാണെന്ന് മനസ്സിൽ വിനയപ്പെടുത്തിക്കൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. Surrender into the hands of the Lord. Say, I'm believing, hallelujah. My wealth is from the Lord. My business is from the Lord. My children are from the Lord. Whatever I have is from the Lord. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവമേ നീ ഒഴികെ എനിക്ക് യാതൊരു നന്മയും ഇല്ല. That's why David is saying, Lord, apart from you, there is nothing that is good in me. Hallelujah. എനിക്കും നിങ്ങൾക്കും ലഭിച്ച എല്ലാ നന്മകളുടെയും ഉറവിടം എന്ന് പറയപ്പെടുന്നത് ഈ ഉയരത്തിലെ ദൈവമാണ്. The source of all the goodness for you and for me, it is from the Lord God Almighty. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അതിന് ഞാൻ യോഗ്യനല്ലായിരുന്നു, ദൈവസ്നേഹം മാത്രമാണ്. In my past, whatever I have gained by prayer, it was the grace of God, it was the mercy of God. I don't deserve it. ഇന്ന് നീ ബലഹീനനാണ്, നിസാരനാണെന്ന് കരുതുന്നെങ്കിലും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും കരയുവാനും തയ്യാറാകുക. But if you think you are weak and feeble today, be ready to cry unto the Lord. നിന്നെ നടത്തുവാനും നിന്നെ നയിക്കുവാനും നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാനും ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ. Believe this morning, hallelujah. The Lord is able. The Lord is able to change me. The Lord is able to rise me up. അതുകൊണ്ടാണ് ഇവിടെ ആരൊക്കെയോ ഇരുന്ന് അടിമത്തത്തിൽ ബലഹീനതയിൽ തകർന്നു പോയ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കോരേശിനെ ദൈവം ഉണർത്തുകയാണ്. That's why in this situation, hallelujah, when everything lost, there was a group who decided to pray, and the Lord rose up Cyrus. ഒരു പാർസി രാജാവിനെ മറ്റൊരു മതവിശ്വാസിയെ ദൈവം ഉണർത്തി. Hallelujah, the Lord raised up a king, hallelujah, and an unbelieving person. കരയുന്നവരെ ദൈവം പ്രവൃത്തികൾക്ക് വേണ്ടി ഉണർത്തുന്ന ദൈവമാണ്. The Lord is the one who raises a people, hallelujah, when people are ready to cry unto the Lord. അങ്ങനെ അടിമകളായി ബാബിലോണിൽ കഴിഞ്ഞിരുന്ന ആളുകളെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ടുള്ള ഒരു വിളംബരം ആദ്യമായിട്ട് രാജാവ് പുറപ്പെടുവിക്കുകയാണ്. First time, hallelujah, the king, hallelujah, puts out a proclamation, hallelujah, to bring back the people that are captive in Babylon. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം പിടിച്ചെടുത്ത രാജാവ് അവിടുത്തെ അടിമകളെ റിലീസ് ചെയ്യാറുള്ളത്. Hallelujah, this is the first time it happened in the kingdom, hallelujah. When a king captures a kingdom, he releases all the captives from there. ലോകത്തിൽ ഒരു രാജാവും അവർക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തികളെ അടിമകളായിട്ട് ലഭിച്ചവരെ റിലീസ് ചെയ്ത് വിടാറില്ല. No king in this world, hallelujah, ever releases the captives which they have got. ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ പ്രധാനമാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇതിന്റെ രേഖകൾ സൂക്ഷിച്ചു. In world history, this is a very, very important topic. If you go to the British Museum, it is there, out there. സൈറസ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു വിളംബരം പ്രഖ്യാപിച്ചത്. Cyrus is the first king who made such a proclamation. അങ്ങനെ താൻ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ അനേക പ്രിയപ്പെട്ടവർ പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. When he made this proclamation, many people decided to leave that place. രാജാവിന്റെ മനസ്സിനെ ഉണർത്തിച്ചപ്പോൾ രാജാവ് അവിടെയുള്ള അടിമകളെ ഉണർത്തുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാം. When, hallelujah, when the king's heart is being revived, he makes a proclamation. All those who are captives can go back to your own countries. അദ്ദേഹം പറയപ്പെടുന്നത് അതിന്റെ 5-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിലും ഒക്കെ പറയപ്പെടുന്നുണ്ട്, യഹൂദയിലെ യെരുശലേമിലേക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയുവാൻ നിങ്ങൾക്ക് പുറപ്പെടാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ. He said, from wherever you have come, if you have the desire to go and build your churches, you are free to go from here. അങ്ങനെയാണ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചില പ്രിയപ്പെട്ടവരെ ഈ യാത്ര തുടരുകയാണ്. That's why under the leadership of Zerubbabel, a group of people start their journey. ആ രാജ്യം ഇപ്പോൾ തകർന്നു കിടക്കുന്ന ആ രാജ്യം പുനഃപ്പണിയുവാൻ വേണ്ടിയും അവരുടെ ആരാധനാലയം വീണ്ടും ക്രമീകരിക്കാൻ വേണ്ടിയുമാണ് അവർ പോകുന്നത്. You know, they are going earlier to rebuild the land, to rebuild the synagogue. അനേക പ്രതിസന്ധികളും അനേക ചലഞ്ചസുകളും അവർ നേരിടുന്നുണ്ട്. Earlier they face many challenges, many barriers. ദൈവിക ദൗത്യത്തിന് വേണ്ടി എല്ലാ കാലങ്ങളിലും ദൈവം ഓരോരുത്തരെ ഉണർത്തുകയും വിളിക്കുകയും ചെയ്യുന്നു. For the Lord's mission, and several times the Lord keeps raising up people, calling people. God need your participation and your cooperation. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും ദൈവപ്രവൃത്തിക്കും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്കും For the ആവശ്യമാണ്. building of the Lord's kingdom, the building of the Lord's work, your participation is very, very important. ദൈവം ഒരിക്കലും തന്നെ ഒരു കാര്യവും ചെയ്യുന്നില്ല, അത് ജനങ്ങളോട് ചേർന്ന് മാത്രമേ The ചെയ്യുന്നുള്ളൂ. Lord does not do anything on his own.
He does everything with his people. നമ്മളുടെ സഹകരണവും നമ്മളുടെ പാർട്ടിസിപ്പേഷനും ദൈവപ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. Our cooperation, our participation is very important for God's work. ഇവിടെ സെരൂബാബേലിനെയും യോശുവയെയും ഉണർത്തിക്കൊണ്ട് അനേക പ്രിയപ്പെട്ടവർ ഈ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളാണ് You അവർക്കുള്ളത്. know, in the leadership of Joshua and Zerubbabel, when they come to this land earlier, they've got lot of barriers and stoppages. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എസ്രാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അവർ പണി ആരംഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. In chapter 3 it says they started the work. അവർ ആലയത്തിന്റെ പണി ആരംഭിച്ചു. They started the work of the synagogue, of the church. അന്ന് ആലയത്തിന്റെ പണി പണ്ട് കാലങ്ങളിൽ കണ്ട പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവർ സന്തോഷിക്കുകയും കരയുകയും ചെയ്യും. Earlier there were people who saw the building of the synagogue many years ago. When they saw this, they rejoiced and started weeping. ഇപ്പോൾ ഇവരുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ല, ഇവർക്ക് കിടപ്പാടമില്ല, ഇവർക്ക് ആവശ്യമായിരിക്കുന്ന വസ്തുവകകൾ പലതും ഇല്ല. You know, they don't have the resources, they don't have a place to live, but they don't have anything. പണ്ടിവർക്ക് നല്ല ആരാധനാലയവും നല്ല ആത്മീയ ശുശ്രൂഷകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം You പരിതാപത്തിലാണ്. know, previously they had a good place of worship, they had a lot of resources, but now they're completely vanquished. സെരൂബാബേലും കൂട്ടരും പണിയുവാനായിട്ട് തുടങ്ങി. Zerubbabel and the people started building, പക്ഷെ അവർ ആഗ്രഹിച്ചതുപോലെ പണി മുന്നോട്ട് പോകാൻ നടന്നില്ല. but you know, the work did not progress the way they decided to. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എല്ലാവരുടെയും ധൈര്യം ക്ഷയിച്ചു എന്ന് In രേഖപ്പെടുത്തി. chapter 4 verse 4 says, then the people of the land weakened. അവരിൽ പല പ്രിയപ്പെട്ടവരും പേടിച്ചു എന്നാണ് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ And പറയുന്നത്. many people were afraid. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ പഴയ പോലെ ഒരു മടങ്ങിവരെ ഉണ്ടാകും, ഇത് ഉണരും, അത് ശരിയാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വന്നവരാണ്. You know, these people came with the hope that the things will revive like before, things will brighten up like before. പക്ഷേ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് മടുപ്പും നിരാശയും തുടങ്ങി. But after a few years, their hands started getting അവരിൽ weakened. പലരുടെയും ധൈര്യം ക്ഷയിച്ചു തുടങ്ങി, പലരും പേടിച്ചു. Many of their confidence started oozing out. അങ്ങനെ വന്ന സെരൂബാബേൽ അടക്കം ക്ഷീണത്തിലായി, മയക്കത്തിലായി. Hallelujah, including Zerubbabel, everybody was down. 15 വർഷത്തോളം വീണ്ടും പണി മുടങ്ങി. Hallelujah, for 15 years, this work was stopped. പണ്ട് നഷ്ടപ്പെട്ട ചൈതന്യം തിരഞ്ഞെടുക്കാൻ വേണ്ടിയും പുനഃപണിയാൻ വേണ്ടിയും ശ്രമിച്ചതാണ്, തുടങ്ങിയതാണ്. Hallelujah, they started with the hope that things will be like before. പക്ഷേ ഇപ്പോൾ പണി മുടങ്ങി 15 Now വർഷങ്ങളോളം. for 15 years, everything is stopped. full stop. അവരവരുടെ കാര്യത്തിനായിട്ട് പോയി. Everybody went on their own ways. ഇറങ്ങിത്തിരിച്ച സന്ദർഭങ്ങളിൽ നിന്നും അവർക്ക് ചിന്തകൾക്കെല്ലാം മാറ്റമുണ്ടായി. Hallelujah, from what they started off with, they forgot everything. പ്രതീക്ഷയോടാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും ടെൻഷനും മുഖാന്തരം ഇപ്പോൾ മടുത്തു, എതിർപ്പുമുണ്ട്. Hallelujah, they started with a lot of hope, but now everything is hopelessness. മാത്രമല്ല റിസോഴ്സസ് ഇല്ല, കൃഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും റിസോഴ്സസും They ഇല്ല. have no resources even for farming. അതുകൊണ്ടാണ് ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. In the book of Haggai, chapter 1, verse 4, it says like this. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? Hallelujah. When the house of the Lord is such ruins, how can you live in houses that are so beautiful? കാരണം ഈ 15 വർഷങ്ങൾ കൊണ്ട് ഇവരെ ഈ മേഖലയിൽ നിന്നും ഇവരുടെ പ്രയോറിറ്റി മാറി. You know, in these 15 years, their priorities have changed. ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായി. ഇവർ ഇപ്പോൾ ഇവരുടെ ചിന്തകൾക്ക് You മാറ്റമുണ്ടായി. know, when they came to this land, many difficulties came. Their thought process have changed. അതുകൊണ്ടാണ് 2-ാം അധ്യായം ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നതുണ്ട്, നിങ്ങളിൽ ഈ ആലയത്തിന്റെ ആദ്യത്തെ മഹത്വം കണ്ടവരായ ആർ ശേഷിച്ചിരിക്കുന്നു. Hallelujah. In chapter 2 it says, hallelujah, how many of you have seen the first glory of this house of God? കാരണം വന്ന സന്ദർഭങ്ങളിലെ ഉണർവും വന്ന സന്ദർഭങ്ങളിലെ ചൈതന്യവും വന്ന സന്ദർഭങ്ങളിലെ മഹത്വവും കണ്ട പ്രിയപ്പെട്ടവരാണ് ഇവരിൽ പലരും. Many of these people, they are the people who saw the glory of this place many years ago. ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരും അടുത്തു, നിരാശപ്പെട്ടു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ഈ ആലയത്തിന്റെ ആദ്യത്തെ മഹത്വം കണ്ടവരായി ആരൊക്കെയുണ്ട്? Now, after 15 years, everything is vacuous. They are asking each other, who is here who has seen the first glory of this place? ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? Now what do you think? അതുപോലെ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? Don't you think everything is lost?
അതുകൊണ്ട് അവരുടെ പ്രയോറിറ്റികൾ മാറി, അവരുടെ ചിന്തകൾ മാറി, അവരുടെ ലക്ഷ്യം മാറി. You know, their priorities changed, their thought process changed, their their destination changed. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും സഭയെ വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. The Lord has called you and the church for a particular purpose. ഇവരെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ആലയത്തിന്റെ പുനഃപ്പണിക്ക് വേണ്ടിയായിരുന്നു. The reason why God called these people was to rebuild the house of God. അതുകൊണ്ടാണ് 1-ാം അധ്യായം ഹഗായി പ്രവാചകന്റെ പുസ്തകം 1:9 പറയുന്ന എന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. In Haggai 1:9 it says the house of the Lord is completely burned down. ദൈവത്തിന്റെ ആലയം വളരെ For പ്രധാനപ്പെട്ടതാണ്. God, the house of God is very important. ആലയം എന്ന് പറയപ്പെടുന്നത് വസിക്കുക, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന The സ്ഥലമാണ്. house of God is a place where the presence of the Lord dwells. അതുകൊണ്ടാണ് യേശു തന്നെ പറയപ്പെടുന്നത് ഞാൻ എൻ്റെ സഭ. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ That's why എൻ്റെ സഭ. Jesus says, I will build my church. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ In രേഖപ്പെടുത്തിയിരിക്കുന്നത്, Ephesians 2 verse 4 it says, ദൈവത്തിന്റെ ബഹുവിധമായിരിക്കുന്ന ജ്ഞാനം സഭ മുഖാന്തരം വെളിപ്പെട്ടു വരും. hallelujah, the knowledge of the Lord will be revealed through the church. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ജ്ഞാനം, ബഹുവിധ ജ്ഞാനം വെളിപ്പെടുന്നത് സഭയിൽ You know, കൂടെയാണ്. the knowledge of the Lord is revealed through the church. അതുകൊണ്ടാണ് ദൈവം സഭയെ പറ്റി പറയുന്നത് ഞാൻ എൻ്റെ സഭ എന്ന് പറയപ്പെടുന്നത്. That's why Jesus calls it my church. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നെ കളഞ്ഞു. That's why in the book of Psalms it says, the zeal of the house of the Lord is burning me up. പൊതുവായിട്ടുള്ള സഭയുള്ളപ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും ഒരു ആലയമാണ്. Hallelujah. If you look at the overall church and our personal life is the house of God. രണ്ട് തരത്തിൽ നിങ്ങൾ ചിന്തിക്കണം. പേഴ്സണൽ ആയിട്ട് എൻ്റെ ജീവിതം ദൈവത്തിന്റെ ഒരു ആലയമാണ്. You must think it in two ways. My life is the house of God. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ You are വസിക്കുന്നു. the temple of God and the spirit of the Lord dwells within you. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമാകുന്ന ആലയം നിങ്ങൾ പണിയപ്പെടുന്നുണ്ടോ? Oh, think of this. Is your own temple being built up? നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആത്മീക ജീവിതം, പൊതുസഭയുടെ ജീവിതം പോകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആത്മീക ജീവിതം പണിയപ്പെടുന്നുണ്ടോ? Forget about the spirituality of the church. Is your personal life, your spiritual spirituality being built up? അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് ദൈവ വിഷയമായി സമ്പന്നനാകാതെ. Hallelujah. That's why Jesus is saying, be prosper in godly things. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മാവിനോട് ചോദിക്കുക, ദൈവ വിഷയമായി ഞാൻ എങ്ങനെ You സമ്പന്നനാകും? ask your own soul, hallelujah, how prosperous am I with God things? ഞായറാഴ്ച യോഗത്തിന് വരുന്ന കാര്യമല്ല ഞാൻ ഈ I'm not ചോദിക്കുന്നത്. talking about you coming to church on Sunday morning. അതൊരു സിസ്റ്റം ആയതുകൊണ്ടും ഒരു ട്രഡീഷൻ ആയതുകൊണ്ടും നിങ്ങൾ Just വന്നിരിക്കും, because നമ്മൾ it's a വന്നിരിക്കും. system, it's a tradition, you come. പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തെ, ഈ ആലയത്തെ നിങ്ങൾ പണിയുന്നുണ്ട്. Hallelujah. Are you building your personal life and the personal church of God? അത് പ്രാർത്ഥന കൊണ്ട് പണിയുന്നുണ്ടോ, വചനധ്യാനം കൊണ്ട് Are പണിയുന്നുണ്ടോ? you building it with prayer and with the word of God? ആലയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിന്റെ ആലയത്തെ നിങ്ങൾ പണിയുവാൻ തയ്യാറാകുന്നുണ്ട്. How many of you are building the temple of the Lord? That is you. ദൈവത്തിന്റെ ആലയം പണിയുവാൻ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു വലിയ താല്പര്യം We ഉണ്ടായിരിക്കണം. need to have a big desire to build the church of God. അത് കുറച്ചുകൂടെ പറഞ്ഞാൽ നമ്മുടെ ആത്മീക വിഷയങ്ങളിൽ എനിക്ക് എത്രമാത്രം വ്യഗ്രതയുണ്ട്, താല്പര്യമുണ്ട്. How much of desire do I have for my spiritual things? ആരാധനയെ കുറിച്ചുള്ള എൻ്റെ മനസ്സെങ്ങനെയാണ്, ഉണരുന്നുണ്ടോ What do ഉണരാതിരിക്കുന്നു? I think about the worship, Aliyah? When I think of the worship, am I excited? Am I happy? എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ആലയത്തെ കുറിച്ച് എനിക്ക് പണിയാൻ ആഗ്രഹമുണ്ടോ, പൊതുവായിട്ടുള്ള ആരാധനയെ കുറിച്ച് എനിക്ക് Do I ചിന്താഭാരമുണ്ടോ? have the excitement and desire to build my own temple and the general temple of the Lord? അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. We need to ask this question to ourselves this morning. അതുകൊണ്ടായിരിക്കാം കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യത്തെ പുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്ന Man, where are you? ആദമേ നീ എവിടെ? That's why the book of V.D. says, Aliyah, man, where are you? Why God is asking such a question? എന്താ ദൈവം അങ്ങനെ ഒരു ചോദ്യം Why is ചോദിക്കുന്നത്? God asking this question? കാരണം ദൈവത്തിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. God does not need to ask this question. കാരണം സകലത്തെ അറിയാവുന്ന ദൈവത്തിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട The കാര്യമില്ല. Lord knows everything. Why does he need to ask this question? അത് ദൈവത്തിന് ഇവനെ കാണാൻ കഴിയാത്തത് കൊണ്ടോ ഇവൻ മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് It's ദൈവത്തിന് not because കാണാതിരിക്കുന്നതല്ല. you are hidden from the Lord or the Lord cannot see you. ദൈവത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ്
റിയലൈസേഷൻ നിന്നോട് ചോദിക്കുന്ന നിന്റെ ഹൃദയത്തോട് You know, the ചോദിക്കുന്ന question of the Lord is a self-realization question. Where are you now in your situation with God and the people surrounding you? നിന്നോടും നീ ചേർന്നുള്ള ദൈവത്തോടും ഒക്കെ ആയി നീ ഇപ്പോൾ എവിടെയാ Where നിൽക്കുന്നത്? are you regarding you and your relationship with God? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും നിയോഗവും ജീവിത താല്പര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? You know, where are you in the mission that God has given to you? അതുകൊണ്ടാണ് ഹഗായി പ്രവാചകൻ ഈ ചോദ്യത്തിൽ സെരൂബാബേലിനോടും ആ ജനത്തോടും ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ, റൂയിനായി കിടക്കുമ്പോൾ, വളരെ പരിതാപമായിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? That's why Haggai is asking Zerubbabel and the people, when the house of the Lord is burned down, when everything is burned out, hallelujah, where are you in this position? ദൈവസഭയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ എവിടെയാണ്? That is asking the church, where are you? ആദമിനോട് ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചതുപോലെ ഇന്നും ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നാം എവിടെയാണ്? Yes, as God in the Eden garden asked Adam, where are you? God is asking this question to the church, where are you? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നാം എവിടെയാണ്? Where are you in the responsibilities that God gave you? ഇന്ന് പകൽക്കാലം ആ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടായിരിക്കണം. Oh, we need to have the responsibility. എന്നോട് നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരനെ ചോദിച്ചു, പാസ്റ്ററെ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. You know, the other day one of the believers asked me, Pastor, I didn't see you. Where are you? അദ്ദേഹം ഇടയ്ക്കൊക്കെ മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. പക്ഷേ പുള്ളി വളരെ ഉത്തരവാദിത്തത്തോടെ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ കണ്ടില്ലല്ലോ. He doesn't come very often to these meetings, but one day he did not see the pastor and he asked him, Pastor, where were you? നിങ്ങൾ ഇനി ആ സഹോദരനെ തപ്പി ബാക്കിയുള്ള നിമിഷങ്ങൾ നടക്കണ്ട, ഞാനും പുള്ളിയുമായിട്ട് തീർത്തോളാം. You don't bother about that person, I will deal with him. ഞാൻ അന്നേരം ഓർത്ത്, എൻ്റെ ദൈവമേ, ഉത്തരവാദിത്തമുള്ള ദൈവമക്കൾ ഉണ്ടല്ലോ സഭയിൽ. I was so excited. At least there were some people who are responsible. ആത്മീയത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും താല്പര്യവും ഉത്സാഹവും ഉള്ളവരുണ്ടല്ലോ. പാസ്റ്ററെ കാണാഞ്ഞിട്ടും ആ തിരക്കി അന്വേഷിച്ച് ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്ത്. You know, I thought that there were people who were excited in the church. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ചില നിയോഗങ്ങൾ ഉണ്ട്. In these circumstances there are certain things and certain missions which God has given you and me. നമ്മൾ ഓർത്തിരിക്കുന്ന ഈ ആലയത്തിന്റെ പണികൾ, ആലയത്തിന്റെ പ്രവൃത്തികൾ, നമ്മുടെ ശുശ്രൂഷകൾ എന്ന് പറയപ്പെടുന്നത് എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലയം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കാര്യമാണ് എല്ലാവർക്കും ഒരു പേടി. When people think about the work of the Lord and the church of God, they think, you know, it's all about money. വളരെ ഹൃദയംഗമായിട്ട് ഞാൻ പറയട്ടെ, പൈസയല്ല നിങ്ങളുടെ താല്പര്യം, ഊർജ്ജസ്വലത, ഉന്മേഷം, ദൈവത്തിൻ്റെ ആലയം എന്നുള്ളതാണ്. പൈസ ഇല്ലെങ്കിലും ഒരു പ്രശ്നമല്ല. എൻ്റെ ആ ഒരു ചലനവും ഉത്സാഹവും ആ ഒരു എനിക്ക് ഞങ്ങളുടെ ചർച്ച്, ഞാൻ ആദ്യം ഇരുന്നിടത്ത് ഒരു ബാവുച്ചാനുണ്ട്. ബാവുച്ചാൻ എനിക്ക് അങ്ങനൊന്നും സ്വത്രാഴ്ച തരത്തില്ല. You know, in the church that I was in, you know, previously there was a Baucha, and he usually does not give me any, you know, any offering or anything. ബാവുച്ചാൻ ഇത് ചിലപ്പം കേൾക്കുന്നുണ്ടായിരിക്കും. കേട്ടാലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇത് പറഞ്ഞാലും കുഴപ്പമുള്ള ആളുകളല്ല. Okay. ബാവുച്ചാന് പക്ഷേ സഭയുടെ കാര്യത്തിന് പുള്ളി പൈസ ഒന്നും മുടക്കത്തില്ലെങ്കിലും സഭയുടെ കാര്യത്തിന് മുമ്പിലുണ്ട്. Hallelujah. He will not spend any money for the church, but when an issue of the church comes, he is there right in front. പ്രാർത്ഥനയ്ക്കാണെങ്കിലും ഒരാളെ കണ്ടെത്തുന്നതിനാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനാണെങ്കിലും ഓടി നടന്ന് ഉത്സാഹിപ്പിച്ച് നമ്മുടെ കൂടെ ചത്തു നിൽക്കും. Hallelujah. Made me for prayer to encourage people, and he will come. He will do anything for the church. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം ഞങ്ങളുടെ പാഴ്സനേജിൻ്റെ അതിലൂടെ, ചർച്ചിൻ്റെ അതിലൂടെ ഉള്ള ഒരു റോഡ് ഉണ്ട്. You know, there was a road going by our church. എന്നോടും വീട്ടുകാരോടും പറയാതെ പുള്ളിയുടെ വീടിന്റെ ആധാരം എടുത്ത് പുള്ളി വെച്ചിട്ട് കോൺട്രാക്ടർക്ക് പൈസ കൊടുത്തു. You know, he went and put the papers of his house as a mortgage, and he gave the money for the building of the road. അമ്മാമ്മ ഒരു ദിവസം ആശുപത്രി കൊണ്ടുവന്ന നേരത്ത് വേറൊരാൾ വിളിച്ച് അമ്മാമ്മ അവിടെ നിർത്തി വെച്ച് ആ ആളിനെ കൊണ്ട് അച്ഛൻ ആശുപത്രി. ആ ഒരു ബാവുച്ചാറാണ് ഈ ബാവുച്ചാൻ. He would do anything for the church. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൈസ അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട What കാര്യം. I'm trying to tell you is your money, you know, it's your zeal, it's your participation, it's you're giving your heart out for the church. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉത്സാഹിക്കുകയും ആലയം ശക്തമാകണമെന്നുള്ള ചിന്തിക്കുകയും അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്താഭാരം നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം. First thing you should need a zeal for the Lord. How can this church grow? How can people come here? What can I do
for this? ആ ആഗ്രഹവും ആ ആവേശവും കാണുമ്പോഴാണ് ദൈവം ഏതെങ്കിലുമൊക്കെ തലത്തിൽ When പ്രവർത്തിക്കുന്നത്. God sees the zeal and which God sees your purpose, that is when God starts working. അല്ലാതെ ഇത് ശരിയാകത്തില്ല നന്നാകത്തില്ല എന്നൊക്കെ ചിന്തിച്ച് മടുത്തിരിക്കുക. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പ്രവചനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ ഒരു പദം In പറഞ്ഞു. Nehemiah, it's the last chapter, in the last 10 verses it says, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. hallelujah, we will not, hallelujah, forsake the house of the Lord. കാരണം ഈ പദം പറഞ്ഞിരിക്കുന്ന നെഹമ്യാവ് പണി നടത്തുന്ന സമയത്ത് പറയാണ് ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. We will not forsake the house of our God. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ വലിയ ഒരു കാര്യം, ഞങ്ങൾ പണിയും, ഞങ്ങളുടെ ആലയം ഞങ്ങൾ കൈവിടും. ഇവന്മാരെല്ലാം എന്തെല്ലാം ഈ സൻബല്ലത്തും തോബിയാവും റിസോഴ്സസ് ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല, ഞങ്ങൾ പണിയും. You know, they had that zeal earlier. No matter what Sanballat does, no matter what Tobiah does, no matter even if we don't have the resources, we are going to make sure we will build the house of the Lord. അതുകൊണ്ടാണ് നെഹമ്യാവ് 4:6 ഇങ്ങനെ In പറഞ്ഞിരിക്കുന്നത്. Nehemiah 4:6 it says, ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും മതിൽ പൊക്കം വരെ തീർന്നു. oh, because the people had the excitement, the wall started building. ജനത്തിന് പണം ഉണ്ടായിരുന്നത് കൊണ്ട് തീർത്തെന്നല്ല അവിടെ Not because രേഖപ്പെടുത്തിയിരിക്കുന്നത്. the people had the money, ജനത്തിന് എല്ലാ ആളുകളും വലിയ കഴിവുണ്ടായിരുന്നതുകൊണ്ട് തീർത്തു എന്നല്ല not because പറഞ്ഞേക്കുന്നത്. the people had any ability. ജനത്തിന് ഉത്സാഹമുണ്ടെങ്കിൽ തീർക്കാൻ ദൈവം ശക്തനാണ്. Hallelujah, if the people have the zeal, the Lord will complete. ജനത്തിന് താല്പര്യവും ആവേശവും ആഗ്രഹവും ഉണ്ടെങ്കിൽ പണിയാൻ ദൈവം കൂടെ If you ഉണ്ടാവും. have the desire, if you have the zeal, the Lord will provide the money. ഇന്ന് പകൽക്കാലം എനിക്ക് എന്റെ അവസ്ഥകൾ വേർ ആർ യു, ഞാൻ എവിടെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ? let us ask ourselves a question, where am I in this? ദൈവത്തിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു? In the work of the Lord, where am I? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഞാൻ What എങ്ങനെയായിരിക്കുന്നു? I've been put responsible for, എനിക്ക് where am I? ദൈവരാജ്യത്തിന് വേണ്ടി തീർന്നു പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യാൻ Before കഴിയും? I perish away, what can I do for the extension of the kingdom of God? എനിക്ക് ഇനിയും ലഭിക്കാൻ പോകുന്ന 5, 10, 15 വർഷങ്ങൾക്കുള്ളിൽ എന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. Hallelujah, in the 15 years that is left for me, is my history going to end here? ഇവിടെ എല്ലാ മഹാന്മാരും മഹത് വ്യക്തികളും മണ്ണടിഞ്ഞ് ചരിത്രത്തിൽ അവശേഷിച്ചു. മക്കളോ കൊച്ചുമക്കളോ പോലും ഇന്നും ഓർക്കുന്നില്ല ആരെയും. Hallelujah, there were so many great people, they have perished away. Even the children, grandchildren don't remember them. ഇവിടെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വല്യപ്പനെ ഓർക്കുന്നുണ്ട്, വല്യമ്മയെ ഓർക്കുന്നുണ്ട്, How many പകുതി of you പേര് sitting here ഓർക്കുന്നില്ല. remember your grandfather or your great grandfather? അവരെത്രയോ കഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ആരും മാസത്തിൽ ഒരിക്കൽ പോലും They ഓർക്കാറില്ല. have toiled so much for you. Do you remember any of their names? എന്നാൽ എന്നും ഓർക്കുവാൻ കഴിയുന്നത് ദൈവവും ദൈവരാജ്യവും ദൈവപ്രവൃത്തികൾക്കും മാത്രമേ ഉള്ളൂ. One thing that can never be forgotten is God and the kingdom of God. അതുകൊണ്ടാണ് സെരുബാബേലിനെയും വീണ്ടും ജനത്തെ ഉണർത്തുകയാണ്. Oh, that's why Zerubbabel is encouraging his people. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, Haggai 1:14 it says, സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസോദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി. the Lord, earlier enlightened the mind of Zerubbabel and Joshua and everybody who was in there. ഇവിടെ ചില പ്രിയപ്പെട്ടവരുടെ മനസ്സ് ദൈവം ഉണർത്തുകയാണ്. God is only encouraging the minds of some people. ഇവർക്ക് പൊട്ടൻഷ്യൽ ഇല്ല, റിസോഴ്സസ് ഇല്ല, പക്ഷേ സെരുബാബേലിന്റെ ജോഷുവയിലെ ശേഷിപ്പുള്ള ചില പ്രിയപ്പെട്ടവരുടെ മനസ്സിനെ ദൈവം They ഉണർത്തി. don't have potential, they don't have resources earlier, but God is reviving their mind. ദൈവം ഉണർത്തുമ്പോൾ നമ്മൾ അത് കേൾക്കാൻ തയ്യാറാണോ? When God revives, are you ready to listen? ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ അതിന് സമർപ്പിക്കാൻ തയ്യാറാണോ? When God decides to speak, am I ready to listen and hallelujah നിന്റെ surrender? മുൻപിൽ ശൂന്യതകളും പരാജയങ്ങളും മാത്രമേ ഉള്ളൂ, പക്ഷെ ഉണർത്തിയാൽ കൂടെ വരാൻ ദൈവം ശക്തനാണ്. You may be zero, you may be null, but if God decides to raise you up, are you ready? അതുകൊണ്ടാണ് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നത്, ചെറിയ കാര്യങ്ങളെ അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം. Hallelujah. In Zechariah chapter 4 it says, hallelujah, the God who will not forsake, hallelujah, small beginnings. ഇവരുടെ കയ്യിൽ അല്പകാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനെ They have only തുച്ഛീകരിക്കരുത്. small things in their hands. ഇവരുടെ കയ്യിലുള്ള റിസോഴ്സസ് അല്പമാണ്. Their resources is small. കാരണം ദൈവം പറയാണ്, അല്പകാര്യങ്ങളെ ഞാൻ തുച്ഛീകരിക്കത്തില്ല. I will not forsake the small
small beginnings. ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് The വലിയ Lord പ്രവൃത്തികൾ always ചെയ്തത്. begins with small things. ഇന്ന് പകലും നമ്മുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ അല്പകാര്യങ്ങളെ കാണത്തുള്ളൂ. Today, maybe you have only little in your hand. പക്ഷെ കർത്താവ് പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, The Lord says it's not by power, it's not by might. ദൈവത്തിന്റെ ആത്മാവിനാൽ By the പണിയാൻ Spirit കഴിയും. of the Lord. Hallelujah. അതുകൊണ്ട് ജനത്തെ ദൈവം എൻകറേജ് ചെയ്യുക. That's what the Lord is encouraging the people. ഈ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നിങ്ങളോടുകൂടെ കർത്താവുണ്ട്. In this time ദൈവ of difficulties, in this time of trouble, the Lord is with you. ഹഗായി 2-ാം അധ്യായം എല്ലാവരും വായിക്കണം. അതിന്റെ 4-ാം വാക്യം You know, Haggai chapter 2 verse 4, everybody must read it. ശ്രദ്ധിക്കുക. ഹഗായി പ്രവാചകന്റെ ബൈബിളിലുള്ള ഒരു പുസ്തകമാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകം ബൈബിളിലെ ഒരു പുസ്തകമാണ്. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായം Haggai chapter 2, it's a book in the Bible. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. In verse 4, this is what it says. ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക Now Zerubbabel, be encouraged. എന്ന് യഹോവയുടെ അരുളപ്പാട്. This is the Lord's proclamation. സെക്കറിയാവിനോട് പറയാണ് ധൈര്യപ്പെടുക. He says, Zechariah, be encouraged. വീണ്ടും പറയാണ് മഹാപുരോഹിതനായ യഹോസോദക്കിന്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക. Joshua, be encouraged. ഇവരെയാണ് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. He's brought these people. ഇവരോട് പറയുകയാണ് നിങ്ങൾ ധൈര്യപ്പെടുക. He's saying these people, be encouraged. എന്നിട്ട് ജനത്തോട് പറയുകയാണ് ദേശത്തിലെ സകല ജനമായുള്ളവരെ ധൈര്യപ്പെടുക. He's telling all the people of the land, be encouraged. ഇന്ന് പകൽക്കാലം ധൈര്യം പകരുന്ന കൂടെ നിൽക്കുന്ന കർത്താവുണ്ട്. Oh, there is the Lord, hallelujah, who encourages you, who is with you. പലതും ഇതുവരെ നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല, നടന്നിട്ടില്ല. Many things you could not accomplish, hallelujah. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് തകർന്നടിഞ്ഞു For കിടക്കുകയാണ്. the past 15 years, you have been all കഴിഞ്ഞ destroyed. 15 വർഷങ്ങളായിട്ട് ഒരു ഉദ്ധാരണമില്ലാതിരിക്കുക. The last 15 years, there is no ഇവരെല്ലാവരും revival. മടുത്ത് നിരാശപ്പെട്ടിരിക്കുക. These people are all discouraged. പക്ഷെ ദൈവം പറയാ ഞാൻ കൂടെ But നിൽക്കാമെന്ന്. the Lord is saying, I am with you. സെരുബാബേലോട് പറയാണ്, ധൈര്യപ്പെടുക എന്ന് പറയുക. He's telling Zerubbabel, be encouraged. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനായിരിക്കുന്ന യോശുവോട് പറയുക He's ധൈര്യപ്പെടുക. telling the high priest Joshua, be encouraged. കൂടെ ഇറങ്ങിയിരിക്കുന്ന ജനങ്ങളോട് പറയുകയാണ് ധൈര്യപ്പെടുക. He's telling the people who are with him, be encouraged. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, He's saying, I am with you. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് I am സൈന്യങ്ങളുടെ with you. യഹോവ. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പദ്ധതികളെ പൂർത്തീകരിക്കാൻ ദൈവം കൂടുണ്ട്. Hallelujah. For you to accomplish your things, the Lord is with you. നിന്നെ കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ ദൈവം You may have കൂടുണ്ട്. plans about you and your children. The Lord is with you in these plans. God is with you in these challenging situations in your life. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചാലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാം. ദൈവം ഈ പ്രതിസന്ധിയിൽ ധൈര്യപ്പെടുവാൻ ആവശ്യപ്പെടുകയാണ്. This time of difficulty, the Lord is saying, be encouraged. ഇന്ന് പകൽക്കാലം വേദനയോടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി പറയട്ടെ, ധൈര്യപ്പെടുക, കർത്താവ് Those who കൂടുണ്ട്. have come here with pain, let me tell you, be encouraged. നിന്റെ തകർന്നടിഞ്ഞു കിടക്കുന്ന പദ്ധതികളെ വീണ്ടും പുനഃപണിയുവാൻ ദൈവം കൂടെയുണ്ട്. The Lord is here to revive your plans. നിന്നെ പുതിയ പന്താവുകളിൽ നടത്തുവാൻ ദൈവം കൂടുണ്ട്. The Lord is here to revive you. സെരുബാബേലെ ധൈര്യപ്പെടുക. Zerubbabel, be encouraged. ദേശത്തിലെ സകല ജനവുമേ ധൈര്യപ്പെടുക. All the people of the land, be encouraged. ദേശത്തിലെ സകല ജനവുമേ ധൈര്യപ്പെടുക. All the people, be encouraged. അവിടെ പറയുന്നത് നിങ്ങൾ ഇനിയും ഈ മഹത്വം കാണും. And he's saying, you will see the glory. ഞാൻ ഈ ആലയത്തിന്റെ മഹത്വം പൂർണ്ണമാക്കും. I will fulfill the glory of the house of ഈ God. ആലയത്തിനെ പിന്നിലത്തെ മഹത്വത്തിന്റെ മുമ്പിലത്തേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശക്തനാണ്. I will bring this house of God to the past glory. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? How many of you believe this morning? ദൈവം അതിന്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന The Lord ദൈവമാണ്. will bring back to that glory. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറഞ്ഞാട്ട് ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. Those who believe say, the Lord is with me. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പോകുന്ന പാതകളിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. In the coming days, wherever you go, the Lord is with you. നിങ്ങളുടെ പഠനത്തിൽ, ആരോഗ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവം കൂടെയുണ്ട്. In your studies, in your business, in everything, the Lord is with you. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ Jesus who strengthens me. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു By ചെല്ലും. you, I will overcome this army. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. By the grace of God, I will overcome this. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ധൈര്യപ്പെടുക, ദൈവം കൂടെ ഉണ്ട്. Believe and say, the Lord is with me. മാത്രമല്ല നീ പണിത് കഴിഞ്ഞാൽ ദൈവം നിന്നെ ബഹുമാനിക്കുന്ന Not ദൈവം. only that, if you build, the Lord will honor you. ദൈവം നിന്നെ ഉയർത്താൻ ദൈവം ശക്തനാണ്. The Lord is able to rise you up. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ. The Lord will open ways for you. ശ്രദ്ധിക്കുക, സെരുബാബേലിനോട് പറയാണ്,
നിന്നെ ഞാനൊരു മുദ്രാമോതിരമാക്കി മാറ്റും. He's telling Zerubbabel, I will make you a mark. ഈ ആലയത്തിന്റെ പണി നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തീർക്കും. I will fulfill the house of this the work of the house of God with your hands. God is honoring the people. ദൈവം മനുഷ്യരെ ഹല്ലേലൂയ ഉദ്ധരിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഉയർത്താൻ ശക്തനാ. The Lord is able to raise you up. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളിൽ പല പ്രിയപ്പെട്ടവരും ദൈവരാജ്യത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തവരാ. For the kingdom of God in the past. നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ ദൈവവേലയെ സഹായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരാ നിങ്ങൾ ഓരോരുത്തരും. You people have done for the work of the Lord with your prayer, with your money, with your resources. ദൈവം ആർക്കും കടക്കാരനല്ല. The Lord is not a debtor to anybody. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അല്പം തണ്ണീർ കൊടുത്താൽ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. If you have even given a glass of cold water to somebody for the work of the Lord will honor you. അതിന്റെ കൂടെ ഒരു തേയിലയും ശകലം പാലോട് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ If you put a little bit of tea leaves and milk in it, how much more? അപ്പൊ തണ്ണീർ കൊടുത്താൽ പ്രതിഫലം നൽകുന്ന ദൈവമാണെങ്കിൽ, If it is a God who will honor you for just for water, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും നൽകിയാൽ, if you give in your abundance, in your nullness, കബ്ബീററായിരിക്കുന്ന നെഹമ്യാവിനെ ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഗവർണറാക്കി ദൈവം at തീർത്തു. the end the Lord made Nehemiah the governor of that land. ബെത്ലേഹേമിനും ഒന്യാനും പണിയാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ അവരുടെ അപ്പൻ പ്രാർത്ഥിക്കാൻ നിന്നതാണ് ഹൂരിയൊക്കെ പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലം കൊച്ചുമക്കളുടെ മേൽ ഇറങ്ങി വന്നു. Oh, though they were really all sluggish and all, when they started praying, the Lord started building them up. നീന്ന് മുടക്കുന്ന പണവും പ്രാർത്ഥനയും സഹനവും ഒക്കെ ദൈവം കണക്കിടുന്നുണ്ട്. Hallelujah. Whatever you spend for the Lord, whatever you spend time in prayer, the Lord is accounting for that. നിങ്ങൾക്ക് എത്രയോ കഥകൾ അങ്ങനെ പറയാൻ You കാണുമായിരിക്കും. have so many stories to say about it. ഞാൻ ഈ അമേരിക്കയ്ക്ക് വരുന്നതിന് മുൻപായിട്ട് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഇങ്ങനെ എഴുതി ഇരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് കങ്ങടയിൽ പ്രവർത്തിക്കണം. എൻ്റെ മാക്സ് 100 ബൈക്ക് ഞാനൊരു പാസിന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടല്ലേ പറയുന്നത്, ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തു. While I was putting my application to come to America, I had a Max bike, I gave it free to somebody. എന്നിട്ട് എനിക്കൊരു സ്പ്ലെൻഡർ ബൈക്ക് എടുക്കാൻ വേണ്ടിയാണ്, അതിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. I wanted to buy a Splendor and I have the money for that. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എനിക്ക് ഫ്രീ ആണ്, അപ്പം പിന്നെ ഇത് ഒരാൾക്ക് കൊടുത്തേക്കാവുന്ന കണ്ടു. So I said, let me give this to somebody who needs it. സ്പ്ലെൻഡർ എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ഇമെയിൽ നോക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചിരിക്കും. Hallelujah. When I went to pick up the Splendor, I looked at my email and my application was approved in America. അപ്പോൾ ഞാൻ $100 അമേരിക്കയിൽ ആദ്യമായിട്ട് I came to America with $100. എനിക്ക് അന്ന് അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ, അത് പേര് പറഞ്ഞേക്കാം, ടൊയോട്ട സണ്ണിച്ചാൻ്റെ ജ്യേഷ്ഠൻ ജേക്കബ് മാത്യൂസ് അങ്കിള്, അദ്ദേഹത്തിൻ്റെ ഫോറണ്ണറെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. When I came to America, one uncle gave me his forerunner free of cost. ഞാൻ അന്ന് വരുമോന്ന് പോലും അറിയാതിരുന്നപ്പോഴാണ് ഈ മാക്സ് 100 എടുത്ത് കൊടുത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫോറണ്ണറെ, അതിനുശേഷം ആ ഫോറണ്ണർ ഞാൻ 3-4 വർഷങ്ങൾ ഞങ്ങൾ ഓടിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം വേറൊരു സുനിൽ എന്ന് പറയുന്ന ഒരാൾ ഒരു പുതിയൊരു കൊറോള എനിക്ക് എടുത്തു. After a few years, a person named Sunil, he bought me a brand new Corolla. ഞാൻ 5 പൈസ കൊടുക്കോ, ഇൻഷുറൻസ് കൊടുക്കോ, ഗ്യാസ് അടിക്കാനായിട്ട് ഒരു കാർഡ് ഏൽപ്പിച്ചാൻ തന്നു. I didn't have the money to buy gas. I think somebody gave me a card to fill gas in. അപ്പം പ്രിയമുള്ളവരെ, ദൈവം നടത്താൻ ദൈവം ശക്തനാണ്. The Lord is able to lead you. ദൈവത്തിന്റെ പണിക്ക് ഞാൻ ആദ്യം വിശ്വാസത്തിൽ ഇറങ്ങിയ സന്ദർഭത്തിൽ ഞങ്ങളുടെ സഭാഹോൾ പണിയാ, ഒരു ചെറിയൊരു സഭാഹോളാണ്. When I first came to the faith to build my local church, അപ്പം എന്നെ പോലെ പാസ്റ്ററും വന്ന് അങ്ങോട്ട് 91 അങ്ങോട്ട് വന്ന് പ്രവർത്തനം തുടങ്ങിയാണ്. in 91 that the new pastor just come and started the ministry. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വിശ്വാസത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. I'm the only one in faith from my family. എല്ലാവരും ഓരോന്നും അവിടെ കൊടുത്തു, എനിക്ക് മാത്രം ഒന്നും കൊടുക്കാനായിട്ട്. Everybody gave something, but I had nothing to give. എൻ്റെ കയ്യിൽ അന്നൊരു വാച്ച് ഉണ്ടായിരുന്നു. I had a watch in my hand. ഞാൻ ആ വാച്ച് ഞാൻ അവിടുത്തെ ഓഫറിങ്ങിനകത്ത് കൊണ്ടിട്ടു. I put that watch in the offering. അത് ആരാണ്ട് 500 രൂപയ്ക്ക് മേടിച്ചു. Somebody bought that watch for 500 rupees. എന്നിട്ട് അത് പിന്നെ തൃശ്ശൂർ വഴി പോയി. അതുകൊണ്ട് ഞാൻ ഈ വാച്ച് കെട്ടാറില്ല, എൻ്റെ പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കെട്ടാത്തത്. I don't wear a watch because I don't see the need for it. നിങ്ങളാരും വാച്ച് മേടിച്ചോണ്ട് വന്നേക്കരുതേ, കാരണം ഞാൻ വാച്ച് കെട്ടാറില്ല. ഞങ്ങളുടെ പാസ്റ്റർ അയ്യോ കഷ്ടം, എന്തോ ഒരു നല്ല മനുഷ്യനാ, ശുദ്ധനാ, അയാൾക്കൊരു വാച്ച് മേടിച്ച് കൊടുത്തേക്കാമേ എന്നൊന്നും ആരും ചിന്തിച്ച് നിങ്ങളാരും വേദനിക്കേണ്ട കാര്യമില്ല. Please nobody buy me a watch.
അപ്പം ദൈവത്തിന് എന്തെല്ലാം പദ്ധതികൾ ഉണ്ട് എന്നറിയാം. Oh, the Lord has many ways and plans. ഞങ്ങൾ ഇവിടെ വന്ന് നമുക്കറിയാം ഷാരോനിലെ ഹോളിന് ആദ്യം പദ്ധതികൾക്ക് ഞാനാണ് എടുത്ത് ചാടുന്നത്. You know, I am the first person to jump in for this Sharon Church building. ഞങ്ങൾക്ക് അന്നേരം ഇവിടെ ഒരു വീട് മേടിക്കാൻ വന്നപ്പോൾ ഇവിടെയുള്ള സഹോദരന്മാരെല്ലാവരും കൂടെ സജി, ബിജു, സച്ചാനെ, ബിജുയെ, സുല്ല എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്കൊരു വീടിന്റെ You കാര്യം. know, when we needed a house, you know, all these people, Saji, Sunil, many people, they got together, they bought us a house. നമ്മളൊരു കാര്യത്തിന് വേണ്ടി മനസാക്ഷിയോടും വേറെ ഒന്നും ചിന്തിക്കാതെ ചെയ്താൽ If we are ready to jump in for the work of the Lord will provide. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. The Lord is able. ദൈവത്തിന് ചെറിയ കാര്യങ്ങളെ വലുതാക്കാൻ കഴിയുന്ന The ദൈവമാണ്. Lord can build small things to big things. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നമ്മുടെ സഭയിലുള്ള ഒരാളല്ലേ ചോദിച്ചു, നിങ്ങളുടെ സഭ നിൽക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ കണ്ണായ You know, സ്ഥലത്താണ്. somebody who's not from this church earlier, he has told me, Pastor, the place where your church building is such a beautiful place. അദ്ദേഹം വേറൊരു സഭയിലെ മെമ്പറാണ്, ഇവിടുത്തെ അല്ല. He is a member of another church. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു പോകുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ കാണുന്ന ഇത് നിങ്ങൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. He asked me, you need to modify that place. There are many people passing this way. പേടിക്കണ്ട, ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല മോഡിഫൈ ചെയ്യാമെന്നൊന്നും. നിങ്ങളത് I ഓർത്ത് have not told them or promised them anything. അതുകൊണ്ട് ദൈവത്തിനെ നമ്മളെ നട്ടിരിക്കുന്നത് എത്രയോ വലിയ പദ്ധതിക്ക് The വേണ്ടിയാണ്. Lord is planted here for a great purpose. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് റിസോഴ്സസ് എല്ലാം ആവേശമാണ്. We don't need the resources. We need the zeal for the Lord. നമുക്കുണ്ടാകേണ്ടത് ആഗ്രഹമാണ്. We need the desire. നമുക്കുണ്ടാകേണ്ടത് We താല്പര്യമാണ്. need the desire. നമുക്കുണ്ടാകേണ്ടത് ഉത്സാഹമാണ്. We need the encouragement. വി.ഡി. സതീശൻ ചോദിച്ചതുപോലെ നീ എവിടെയാകുന്നു ആദമേ? Oh, like we asked, where are you, man? നീ എവിടെയാണ്? നീ അത്തിവൃക്ഷത്തിന്റെ തണലിൽ ആരും കാണാതെ Are you ഒളിച്ചിരുന്നാലും hiding under the fig tree that നീ nobody sees you? പിടിക്കപ്പെടുന്ന ദിനങ്ങളുണ്ട്. There's a time and God will catch you. നിനക്ക് തന്നെ പോകാൻ കഴിയാത്ത ദിനങ്ങളുണ്ട്. There's a time when you will not be able to walk on your own. അവന്റെ കണ്ണിന്റെ മുൻപിൽ മുഴുവനും നഗ്നവും In the front മലർന്നതുമാണ്. of his eyes, everything is open. നിന്നെ